படம் லோகேஷ் கனகராஜ் பெரிய தேங்க்ஸ். 50 வருஷம் என் தலைவரை மறுபடியும் ரீஸ்கிரீனில் தீ படத்தில் பார்த்த மாதிரி பயங்கரமாக இருக்கும். ஒவ்வொரு சீனும் செதுக்கி இருக்காப்ல என் தலைவனை. லோகேஷ் கனகராஜ் பெரிய தேங்க்ஸ். ஆல் ரஜினி ஃபேன்ஸுக்கு இது பயங்கரமான படம். சூப்பர் படம். ആവറേജ് മൂവി എനിക്ക് വെച്ച് നോക്കുമ്പോൾ കൊള്ളാം. പടം കൊള്ളാം. അടിപൊളി പടമാണ്. ഫൈറ്റ് സീനൊക്കെ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ കുറച്ച് എന്താ അത് പറഞ്ഞാൽ സ്പോയിലറായി പോകും. അങ്ങനെ പടം കൊള്ളാം. മൊത്തത്തിൽ കൊള്ളാം. കണ്ടോണ്ടിരിക്കാം. നന്നായിട്ടുണ്ട് ബ്രോ, നന്നായി ചെയ്തിട്ടുണ്ട്. ഒരു ടിപ്പിക്കൽ ലൊക്കേഷൻ്റെ പടം എന്ന് പറയാൻ പറ്റൂല, പക്ഷേ കൊള്ളാം. അടിപൊളി ചെയ്തിട്ടുണ്ട്. ഫൈറ്റ് സീനൊക്കെ അടിപൊളി ചെയ്തിട്ടുണ്ട്. കൊള്ളാം. കുഴപ്പമില്ല, കണ്ടിരിക്കാവുന്നു. സംഭവം എല്ലാം കൊള്ളാം. ലോകേഷിൻ്റെ ഒരു മികച്ച മൂന്നാമത്തെ ചിത്രം എന്ന് വേണം പറയാം. ആ രീതിയിൽ എനിക്ക് തോന്നിയുള്ളൂ. കുഴപ്പമില്ല, അതെല്ലാം നന്നായിട്ടുണ്ട്. നല്ല പടം. പൊളിയാണ്, പാടാൻ പൊളിയാണ്. കുഴപ്പമില്ല, കൊള്ളാം. ഒരിക്കൽ കാണാം. കൊള്ളാം, കുഴപ്പമില്ല, കൊള്ളാം. നല്ലതുണ്ട്, കൊള്ളാം. അടിപൊളി. അമീർ ഖാൻ്റെ എൻട്രി അടിപൊളി. സൂപ്പറാണ്. ആവറേജ് കൊള്ളാം ബ്രോ. കുഴപ്പമില്ല, കുഴപ്പമില്ല, കൊള്ളാം. കുഴപ്പമില്ല, കണ്ടിരിക്കുക. കൊള്ളാം. കൊള്ളാം, നല്ല പടം. വൺ ടൈം വാച്ച്. അടിപൊളിയായിരുന്നു. നല്ല അടിപൊളിയാണ്. കൊള്ളാം. വെരി നൈസ്. ആവറേജ് ആട്ടോ, ആവറേജ്. കൊള്ളാം, കൊള്ളാം. കൊള്ളൂല, കുഴപ്പമില്ല കേട്ടോ. അടിപൊളി, അടിപൊളി. എനിക്ക് ഇഷ്ടപ്പെട്ടു പേഴ്സണലി. നല്ല മൂവി ചേട്ടാ. എനിക്ക് പടം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. ഈ ഫസ്റ്റ് ഒരു മുക്കാൽ ഭാഗവും ഇച്ചിരി ലാഗ് പോലെ, അതായത് ആസ് യൂഷ്വൽ ലോകേഷ് കനകരാജിൻ്റെ ഒരു സിനിമയുടെ എല്ലാ സ്ലോ പേസും അത് ആസ് യൂഷ്വൽ ഉള്ളത് തന്നെയാണ്. അത് ഫസ്റ്റ് ഹാഫിൻ്റെ ഒരു ക്വാർട്ടർ ഭാഗം ഉണ്ടായിരുന്നു. പിന്നെ ഒരു ട്വിസ്റ്റ് സംഭവിച്ചതിന് ശേഷം കഥ സിനിമ അങ്ങ് മാറുകയാണ്. സെക്കൻഡ് ഹാഫൊക്കെ വാസ് ലൈക്ക് അടിപൊളിയായിരുന്നു. അനിരുദ്ധിൻ്റെ മ്യൂസിക്കും എല്ലാം കൂടെ ആയിട്ട് ഒരു രക്ഷയില്ലായിരുന്നു. എല്ലാവരും കാണുക. ഭയങ്കര അടിപൊളി. സൗബിൻ ആക്ച്വലി തകർത്തു. പുള്ളിക്കാരന് ഇത്രയും ലെജൻസിലൂടെയൊക്കെ വർക്ക് ചെയ്യാൻ പറ്റിയത് പുള്ളിക്കാരൻ്റെ ഫിലിം കരിയറിൽ തന്നെ ഭാഗ്യമായിട്ട് കണക്കാക്കുകയാണ്. രജനീകാന്തിൻ്റെ ഫൈറ്റ് ആക്ഷനൊക്കെ ലോകേഷ് കനകരാജിൻ്റെ മേക്കിങ്ങിൽ വന്നപ്പോഴത്തേക്ക് ഭയങ്കര സ്ക്രീൻ പ്രസൻസ് ആയിരുന്നു. ആ ഒരു എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്നില്ല, ഫാമിലി ഓഡിയൻസിനും അതേപോലെ വയലൻസ് ഉള്ളതുകൊണ്ട് ആസ് യൂഷ്വൽ ഇപ്പോൾ പറഞ്ഞ പോലെ A സർട്ടിഫിക്കറ്റ് ആണ്. ഇപ്പോൾ കുട്ടികളെയൊക്കെ കൊണ്ടുവരാതിരിക്കാന്ന് റൂള് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെതായ വയലൻസും കാര്യങ്ങളൊക്കെ ആ സിനിമയ്ക്കകത്തുണ്ട്. ഇഷ്ടപ്പെടേണ്ടതാണ്. എനിക്കിഷ്ടപ്പെട്ടു. ഇനി ഓരോരുത്തരുടെ ടേസ്റ്റ് ബഡ് അങ്ങനെ വേറെ വേറെ ആണല്ലോ. അപ്പോൾ അത് പടം കൊള്ളാം ബ്രോ, നല്ല മൂവിയാണ്. പക്ഷേ നമ്മൾ സാധാരണ ലോകേഷിൻ്റെ ഒരു ടിപ്പിക്കൽ പടം വെച്ച് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഇതില്ലെന്ന് പറയാം. എന്തായാലും അല്ല, കൊടുത്ത ഹൈപ്പിനൊത്തൊരു സാധനം ഇല്ലെന്നാണ് തോന്നിയത്. പക്ഷേ പടം കൊള്ളാം, അങ്ങനെ പറയാൻ പറ്റൂല. ഒരു സൗബിന് കൊള്ളാം. മലയാളത്തിൽ നിന്ന് വന്നതിൽ സൗബിനും ബാബുരാജൊക്കെ അടിപൊളി ചെയ്തിട്ടുണ്ട്. സൂപ്പർ പടമാണ്. ഈ കൊള്ളൂലെന്ന് പറയാനില്ല. ഫൈറ്റും കാര്യങ്ങളും എല്ലാം സീക്വൻസ് എല്ലാം ഓക്കെയാണ്. യൂത്തിന് ഇഷ്ടപ്പെടും. കാരണം എന്താ പറയുക, രാവിലെ ഒരുപാട് ഓവർ ഹൈപ്പ് കൊടുത്ത് വന്നുകൊണ്ടായിരിക്കും. ആ ഒരു ഫീലുണ്ട്. കുഴപ്പമില്ല, കൊള്ളാം. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.